വനിതാ സംവരണ ബില്ലിനെ എതിർത്ത പ്രതിപക്ഷ നിലപാടിൽ തെളിയുന്നത് സ്ത്രീവിരുദ്ധ രാഷ്ട്രീയമാണെന്നും വിഷയത്തിന്റെ വസ്തുതകളും പ്രാധാന്യവും ജനങ്ങളിലെത്തിക്കാൻ വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബിജെപി നേതാക്കൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭാരതം ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുമ്പോൾ അതിനെ താഴ്ത്തിക്കെട്ടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. വനിതാ സംവരണ ബിൽ മാത്രമല്ല, ആർട്ടിക്കിൾ 370, രാമക്ഷേത്ര നിർമ്മാണം, മുത്തലാഖ് നിരോധനം, സർജിക്കൽ സ്ട്രൈക്ക്, ആയുഷ്മാൻ ഭാരത്, GST തുടങ്ങി രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കരുത്തേകുന്ന എല്ലാ നല്ല നിയമപ്രക്രിയകളെയും എതിർത്ത് നാടിന്റെ അഭിമാന നിമിഷങ്ങളെ തടയാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷമാണ് രാജ്യത്തിന്റെ ശാപമെന്നും നേതാക്കൾ ആരോപിച്ചു. സ്ത്രീകളുടെ മുന്നേറ്റത്തിനായി വാജ്പേയി സർക്കാർ കൊണ്ടുവന്ന കുടുംബശ്രീ പദ്ധതി നാടാകെ അംഗീകരിച്ചു കഴിഞ്ഞു. രാത്രി നടത്തം, ശബരിമല സ്ത്രീ പ്രവേശനം, KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയും പ്രഖ്യാപിച്ചവർ തന്നെ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന വനിതാ സംവരണം എതിർക്കുന്നതിലൂടെ ഇവരുടെ ഇരട്ടത്താപ്പ് നയമാണ് തെളിയുന്നത്. ഇതിനെതിരെ വലിയ ജനകീയ പ്രതിഷേധമുണ്ടാവും. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ പ്രമുഖ വനിതകൾ നേതൃത്വം നൽകുന്ന ജനസമ്പർക്ക പരിപാടി, പൊതുസ്ഥലങ്ങളിൽ ഒപ്പുശേഖരണം, സംഘടന, ജില്ലകളിൽ സ്ത്രീ മുന്നേറ്റ റാലി അടക്കമുള്ള ജനബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്ത്രീകളായ ഞങ്ങളൊക്കെ ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് കരുതി കാത്തിരുന്നത്. അപ്പോഴാണ് പ്രതിപക്ഷാംഗങ്ങൾ ഇതിനെതിർക്കുകയും PND മുന്നണി ഇത് നടപ്പിലാക്കാൻ വിടാതിരിക്കുകയും ചെയ്തത്. എപ്പോഴൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമായ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ ഈ എല്ലാ മുന്നണികളും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് NDA സഖ്യത്തെ എതിർക്കുന്ന രീതിയിലാണ് കണ്ടുവരുന്നത്. വാർത്താ സമ്മേളനത്തിൽ BJP കണ്ണൂർ സൗത്ത് പ്രസിഡന്റ് ബിജു ഏളക്കുഴി, BJP കണ്ണൂർ സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് CP സംഗീത, BJP സൗത്ത് ജില്ലാ സെക്രട്ടറിമാരായ റീന മനോഹരൻ, M പ്രവീണ, മഹിളാ മോർച്ച കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ദിവ്യ ചെള്ളത്ത്, മഹിളാ മോർച്ച കണ്ണൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി സനീഷ രാഗിൽ എന്നിവർ പങ്കെടുത്തു.